അപ്പം നമ്മുടെ ഹാർവെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കണിവെള്ളരി എന്നല്ല, സാധാരണ വെള്ളരി നമ്മൾ സലാഡിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഭക്ഷണത്തിന് മുന്നായിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഈ ഡയറ്റിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പച്ചടിയും അതേമാതിരി തന്നെ കിച്ചടിയും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇങ്ങനത്തെ വെള്ളരിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു വിഭവത്തിലേക്ക് പോവാം. നമുക്കപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു കിച്ചടി ഉണ്ടാക്കാം. നമ്മൾ സദ്യകളിലൊക്കെ വിളമ്പണ ടൈപ്പ് ഒരു കിച്ചടി. നമ്മളിപ്പോൾ നമ്മുടെ വെള്ളരി കഴുകി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് നമുക്ക് ഉപ്പും കൂടി ഇടാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളരി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ജീരകം, കുറച്ച് കടുക്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കുറവ്, അപ്പം നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ അരപ്പൊന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കണേ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് അധികം തിള വരാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അതൊരു ഇങ്ങനെ പിരിഞ്ഞ പോലെയാവും. അപ്പോൾ നമുക്കൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് താളിക്കാനായിട്ടുള്ള താളിക്കാം. കടുക് പൊട്ടിക്കാം. പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് എപ്പോഴും ഒരു സൈഡ് ഡിഷായിട്ടാണ് നമുക്ക് എപ്പോഴും നല്ലത്. മെയിൻ കോഴ്സായിട്ടല്ല, സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇതിൽ അങ്ങനെ ഒരു വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല. മുളക് പൊതുവെ കുറവായിരിക്കും. ഒരു പുളിരസമായിരിക്കും എപ്പോഴും ഉണ്ടാവുക ഈ നമ്മുടെ തൈരിൻ്റെ. അപ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്.